ഹായ് എവ്രി വൺ. ഈ ഫ്ലൈറ്റ് കറങ്ങുന്നത് കണ്ടോ? അതുപോലെ ഞാൻ ഫ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഒരു എക്സിറ്റ് എൻട്രി ജേണീൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ്. ഞാൻ എയർപോർട്ടിൽ ടെർമിനൽ 2 എത്തിയിട്ടുണ്ട് റൈറ്റ് നൗ. ഹായ് എവ്രി വൺ. സോ ഞാനിപ്പോൾ ദുബായ് എയർപോർട്ടിൽ ടെർമിനൽ 2 ഞാൻ എൻ്റെ എക്സിറ്റ് എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് എവിടെന്നെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ആക്ച്വലി ഇപ്പോൾ പേടിയാണ്. കാരണം ചില സ്ഥലത്ത് നമുക്ക് പെർമിഷൻ ഉണ്ടാവില്ല. പക്ഷേ കുറേ ആൾക്കാർ എയർപോർട്ടിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. സോ എക്സിറ്റ് എൻട്രി സൗദിയിലേക്കാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയ്ക്കും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് സാധാരണ ഒരുപാട് ലഗേജ് ഉണ്ടാവുന്ന സമയത്ത് ഹാൻഡ് ലഗേജിൽ 7 kg അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം നിറയ്ക്കും, വേണ്ടതും വേണ്ടാത്തതും എനിക്ക് പെട്ടെന്ന് ആവശ്യം വന്നാൽ. എന്നിട്ട് ഞാൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്യും. ഈ ക്യൂവിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളായിട്ട് ഷോൾഡർ പെയിൻ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇന്ന് ജസ്റ്റ് ഞാൻ ഒരു ബാഗ് ഒരു സ്മോൾ ബാഗ് എടുത്തിട്ടാണ് പോകുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി. ലഗേജൊന്നും ഇല്ലാണ്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട്, അതായത് പോയി അവിടെ കുറച്ച് നേരം നിന്ന് തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ നടക്കുന്നൊരു ജേണി, ഒരു എക്സിറ്റ് എൻട്രി എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ. ഓക്കെ, എത്ര ആൾക്കാർക്ക് ഇങ്ങനെയൊരു സംഭവമുണ്ട്? അതായത് ഞാൻ ആരും എൻ്റെ വീഡിയോയിൽ പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി വീഡിയോ എടുക്കുന്നത്. എത്ര ആൾക്കാർക്ക് ഇങ്ങനൊരു ഇത് മനസ്സിലുണ്ട്? ഞാൻ അധികം ഫ്ലൈ ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു തവണ പോയൊരു എക്സ്പീരിയൻസിൻ്റെ പുറത്തെങ്കിലും നമുക്ക് കാര്യങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ എപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്തും എനിക്കൊന്നും എൻ്റെ മൈൻഡ് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ഒന്നും ഒരു ഓർമ്മ കിട്ടാത്തതാണോ, ഭയങ്കര ബ്ലാങ്കായിപ്പോവും. അതൊരു ടൈപ്പ് ഓഫ് ടെൻഷനാണ്. എന്നിട്ട് ഇവിടെ എത്തി ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്ത് നമ്മളെ ഗേറ്റിലിരിക്കുമ്പോഴാണ് ഒരു ആശ്വാസം ഉണ്ടാവുക. അപ്പം ഞാൻ ഗേറ്റിലൊന്നും എത്തിയിട്ട് പോലുമില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവിടെ വെറുതെ ഇരിക്കുക. കാരണം 11:40 ആണ് ടൈം. ഇപ്പോൾ 8:30 ആവുന്നേ ഉള്ളൂ. സോ എനിക്കിപ്പോഴേ ലൈൻ നിന്ന് അതിനോടൊരു താല്പര്യമില്ല. കാരണം ഞാൻ പോയിപ്പോൾ തന്നെ വരുമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്ത് മീൻസ് ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഐ എം നോട്ട് ദാറ്റ് സ്ട്രെസ്ഡ്. പൊതുവേ ഉള്ള ഒരു സ്ട്രെസ്സില്ല, ലഗേജും അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കൂളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അധികം ക്ലിപ്സ് എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. വലിയ അങ്ങനത്തെ ജേണിയൊന്നും അല്ലല്ലോ. ബട്ട് സ്റ്റിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന ക്ലിപ്സൊക്കെ ഞാൻ എടുക്കാം. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനിങ്ങനെ ചെറുപ്പത്തിൽ അതേപോലെ തന്നെ അല്ലാണ്ടൊക്കെ ആൾക്കാർ എക്സിറ്റ് എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഫ്ലൈറ്റിലും പോവാം, ബസ്സിലും പോവാം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് എക്സിറ്റ് എൻട്രി ഉണ്ട്. അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. ആവശ്യം ഉണ്ടാവും എക്സിറ്റ് എൻട്രീൻ്റെ, പക്ഷെ എന്തിനാണ് നമ്മൾ എക്സിറ്റ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ഞാനത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം. ബട്ട് ഇറ്റ്സ് എ ഫൺ ജേണി ഫോർ മീ ആൻഡ് ഐ എം ഹാപ്പി. ഐ എം നോട്ട് എക്സൈറ്റഡ്, ബട്ട് ഐ എം റിയലി ഹാപ്പി. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലൈഫിൽ കിട്ടുന്നത് നമ്മൾ ലക്കി ആയതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് ദുബായ് എയർപോർട്ട് സെലിബ്രിറ്റീസ് വരുന്ന പോകുന്ന വീഡിയോസ് കാണുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എനിക്കും പോകണം, അവിടെ എനിക്കും എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അത് ഞാനൊരു 5-6 വർഷം മുന്നേ, അല്ലെങ്കിൽ ഒരു റൗണ്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 years മുന്നെയാണ് ആഗ്രഹിച്ചത് എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അത് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ലേറ്റായിട്ടായാലും നമ്മളുടെ ലൈഫിൽ നടക്കും എന്നുള്ളതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ വേറെ എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രീം ചെയ്താൽ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്താൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ
ഇനി അങ്ങോട്ടേക്കുള്ള എന്തെങ്കിലും നല്ല നല്ല ക്ലിപ്സോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. അങ്ങനെ ഇവരൊക്കെ എനിക്കൊന്ന് എക്സിറ്റ് എൻട്രിക്ക് വേണ്ടി നിന്നിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഷട്ടിൽ ബസ്സൊക്കെ കയറിയിട്ടാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയത്. ഈ 2 സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കയറി എൻ്റെ സീറ്റിലിരുന്നു. എനിക്ക് വിൻഡോ സീറ്റായിരുന്നു വേണ്ടത്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇരിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ തിരിച്ചു വരുമ്പോൾ വേറൊരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ബാഗാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. ഇങ്ങനെ ആ ബാഗ് ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായിട്ട് അത് വീഴുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് ഫോർ എവർ. കാരണം ഇതിന് ആക്ച്വലി നമുക്ക് വേണതിന്, പക്ഷേ ഇതിന് നമ്മളെ വേണ്ട. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബാഗിൽ വെച്ചിട്ട് കാര്യമില്ല, കയ്യിലൊക്കെ പിടിക്കണം, ഇല്ലെങ്കിൽ അത് കളഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഫിലിം ഡൗൺലോഡ് ചെയ്തിട്ടാണ് പോയത്. ദാറ്റ് ഈസ് ഇഡ്ലി കടൈ, ധനുഷിൻ്റെ നിത്യാമേനോൻ്റെ ഒരു ഫിലിമാണ്. ഇതിൻ്റെ അകത്ത് നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. സോ ബെറ്റർ നമ്മളൊരു വലിയ ജേണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം ഇരിക്കേണ്ടതൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും യൂസ്ഫുൾ. പക്ഷേ ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെറുതെ നോക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്, എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ ടൈം പോകാൻ വേണ്ടിയിട്ട്. ഞാനിവർ ഹെഡ്സെറ്റ് വേണമെന്ന് ചോദിച്ച സമയത്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. വെറുതെ ഇനിയിപ്പോൾ അത് തിരിച്ചിറങ്ങുമ്പോൾ ഇവരെ കയ്യിൽ കൊടുത്തതൊക്കെ ഒരു ചടങ്ങാണ്. ഇതിൻ്റെ അകത്ത് ആകെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നത് എവിടെ എത്തി, അതേപോലെ തന്നെ മാപ്പ് നമുക്കിങ്ങനെ കാണാം എത്ര സമയം എടുക്കും അങ്ങനെയാണെന്നൊക്കെ. ഇത് ആക്ച്വലി സൗദിയിൽ ലാൻഡ് ചെയ്യുന്ന ഒരു വിഷ്വലാട്ടോ. അതായത് നല്ല രീതിക്കുള്ളൊരു ടർബുലൻസ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്കൈ ദുബായിൻ്റെ. എന്തുകൊണ്ടാണ് ലൈക്ക് മേ ബി അതിൻ്റെ ആ ഒരു സമയം അങ്ങനെ ഇതിങ്ങനെ ജർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ അയ്യോ അങ്ങനത്തെ ഒരു ഫീലാണ്. ആൻഡ് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛനെ അമ്മേനെ ആലോചിക്കും, അയ്യോ ഇത് നല്ലതുപോലെ എത്തണേ. അപ്പം ഞാൻ അത് എത്ര ജർക്കിങ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ബോട്ടിലിങ്ങനെ ഇളകുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നത്. കാരണം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ സൗദിയിലെത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് സൗദി എയർപോർട്ടിൽ, അതായത് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നു, എന്നിട്ട് സൗദി എയർപോർട്ടിലിരിക്കുന്നു, അവിടുത്തെ വൈഫൈയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് തിരിച്ചു വരും എന്നാണ്. തിരിച്ച് പിന്നെ ഫ്ലൈറ്റിൽ കയറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരിക്കലല്ല, നമ്മൾ ആ ഫ്ലൈറ്റിൽ തന്നെ വെയിറ്റ് ചെയ്യണം. ഫ്ലൈറ്റിൽ തന്നെ കുറച്ച് സമയം ഇരുന്നതിൻ്റെ ശേഷമാണ് നമ്മൾ തിരിച്ചെന്താ പറയുക വരിക. അങ്ങനെ ഞാൻ അങ്ങനെ കുറേ നേരം ഉറങ്ങിയതിൻ്റെ ശേഷം പിന്നെയും തിരിച്ച് ഫ്ലൈറ്റ് എടുത്തു. കിട്ടിയിട്ടുള്ള ഫുഡ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതൊരു മഷ്റൂം സാൻഡ്വിച്ച് അങ്ങനെ എന്തോ ആണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ മഷ്റൂം ഒന്നും ഇല്ല. ഞാൻ എന്തിനാണ് ഈ വെള്ളം അങ്ങനെ കാണിച്ചത്, അതിൻ്റെ ഒരു ജർക്കിങ് അല്ലെങ്കിൽ ആ ഒരു ടർബുലൻസിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പിന്നെയും ഷട്ടിൽ ബസ്സൊക്കെ കയറി. ഷട്ടിൽ ബസ് കയറിയിട്ട് അത്യാവശ്യം ട്രാവൽ ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ എയർപോർട്ടിലെത്തിയത്. ഞാൻ വിചാരിച്ച് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നു, യൂഷ്വലി എന്താ പറയുക ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ കയറാൻ പറ്റുമല്ലോ. ഇവിടെ അങ്ങോട്ടേക്ക് പോയപ്പോൾ കുറച്ച് അടുത്താണ്, പക്ഷെ തിരിച്ച് വരുന്ന സമയത്ത് അത്യാവശ്യം നമ്മളിങ്ങനെ ഷട്ടിൽ ബസ്സിൽ ട്രാവൽ ചെയ്തതിൻ്റെ ശേഷമാണ് എയർപോർട്ടിലേക്ക് എത്തിയത്. എല്ലാവരുടെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും ടയേർഡായിട്ടുള്ള, കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ തിങ്ക് ഞാൻ ചിലപ്പോൾ മറ്റേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊന്നറിയില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് അഗെയിൻ വെൽക്കം യു ഓൾ. സോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ എക്സിറ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ എനിക്കറിയില്ല എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ എന്ന്. ഞാൻ മാക്സിമം സൗണ്ടിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നോക്കുന്നത്. ഓക്കെ, സോ എക്സിറ്റ് എൻട്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് എ നോർമൽ ഫ്ലൈറ്റ്. അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ബട്ട് വാട്ട് ഐ ഫെൽറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഹൗ എക്സിറ്റ് എൻട്രി എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്.
അപ്പോൾ നോർമലി നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്തുള്ള ടൈപ്പ് യാതൊരു ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. കാരണം വെയിറ്റ്, ലഗേജ് ക്യാരി ചെയ്യുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ചെറിയൊരു ബാഗ് എടുത്തിട്ടാണ് പോയത്. സോ അതിൻ്റെ ഒരു കംഫർട്ട് എനിക്കുണ്ടായിരുന്നു. ആൻഡ് വൺ തിങ് ഇസ്, ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയൊരു ജേണിക്ക് നമ്മളെ ഹെഡ് റെസ്റ്റർ, നെക്ക് പില്ലോ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്യാൻ വരുന്ന ആരുടെ കയ്യിലും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ദൈവം ഇവർ വിചാരിക്കും ഇവളെന്തോ ഓവറാക്കിയിട്ട് ഈ സാധനം എടുത്തിട്ട് വന്നതാ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം കഴുത്ത് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു കാര്യം ചെയ്തതെന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയി. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ അത് എടുത്തുകൊണ്ട് തന്നെ അത് ഒരു ബോറടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ ഇഡ്ലി കടൈ, ഇഫ് ഐ എം നോട്ട് റോങ്, അതാണ് സിനിമേൻ്റെ പേര്. ഞാൻ ആ സിനിമ കണ്ട് ഭയങ്കര ഇമോഷണലായി. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്തുള്ള ഒരുപാട് സീൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു മൊമെൻറ്റിൽ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ ഞാൻ ആ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്തു. ധനുഷ് ആൻഡ് നിത്യ മേനോൻ. അപ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് ജേർണി. അങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പറയാം. ഫസ്റ്റ് വൺ ഇസ്, ഇങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു 99% ആൾക്കാരും ഇതിനു വേണ്ടി മാത്രമാണ് ആ ഫ്ലൈറ്റിൽ. ആകെ 2 ആൾക്കാർ എന്തോ ആണ് സൗദിയിൽ ഇറങ്ങിയിട്ട്, മീൻസ് കാര്യമായ കാര്യത്തിന് സൗദിയിൽ ഇറങ്ങിയിട്ട് പോയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അതെനിക്കൊരു മോട്ടിവേഷനുമാണ്. അറ്റ് ദ സെയിം ടൈം എനിക്കൊരു സങ്കടവും തോന്നി. കാരണം ജോബ് ശരിയായിട്ടില്ല, ബട്ട് സ്റ്റിൽ ദേ ആർ ഫൈറ്റിംഗ് ഫോർ ഇറ്റ് ആൻഡ് ദേ ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി. ദാറ്റ് ഗേവ് മീ ലിറ്റിൽ പെയിൻ എൻ്റെ അതേ സിറ്റുവേഷനുള്ള. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു എല്ലാവർക്കും നല്ല പണിയൊക്കെ കിട്ടട്ടെ, ഇൻക്ലൂഡിങ് മീ, എനിക്കും കിട്ടട്ടെ നല്ല പണി, അങ്ങനെ വിചാരിച്ചു. ആൻഡ് പിന്നെന്താ, ഞാൻ വിചാരിച്ചത് നമ്മൾ എക്സിറ്റ് എൻട്രിക്ക് ആവുന്ന സമയത്ത് നമ്മൾ സൗദിയിൽ പോയി ഇറങ്ങും, സൗദി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അഗെയിൻ ഫ്ലൈറ്റിലേക്ക് വരാം. നോ, അങ്ങനെയല്ല. നമ്മൾ ആ ഫ്ലൈറ്റിൽ തന്നെ അത്രയും നേരം ഇരുന്നിട്ട് തിരിച്ചു വരികയും ചെയ്യുക. ആക്ച്വലി അതിൻ്റെ ഒരു ആവശ്യം എന്തായിരിക്കും എന്ന് ഞാനിതുവരെ ഗൂഗിൾ ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ അങ്ങനെ ആലോചിക്കും, എന്തായിരിക്കും നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങി തിരിച്ചു വരിക, അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ ചിന്തിച്ച്. അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അതൊന്നും എനിക്ക് അറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, ഐ ഡോണ്ട് നോ. പിന്നെന്താ, എനിക്ക് ഫുഡ് വലിയ ഇഷ്ടമായിട്ടില്ല. എന്തോ മഷ്റൂം സാൻഡ്വിച്ച് അങ്ങനെ എന്തോ അതിൽ എഴുതിയിട്ടുള്ളത്, പക്ഷെ എനിക്ക് മഷ്റൂം ഒന്നും കിട്ടിയില്ല. 2-3 കോൺ, ഒരു റോള്. ഫസ്റ്റ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ കഴിച്ചു, ബിക്കോസ് ഐ വാസ് ഹംഗ്രി. പക്ഷെ തിരിച്ചു വരുന്ന സമയത്തും സെയിം ഫുഡ് തന്നെ കിട്ടിയ, പക്ഷെ ഞാൻ എൻജോയ് ചെയ്തില്ല. ആ ഒരു സാൻഡ്വിച്ചും പിന്നെ ഒരു കുഞ്ഞു വാട്ടർ ബോട്ടിലുമാണ് കിട്ടിയത്. തിരിച്ചു വരുമ്പോൾ അഗെയിൻ ദ സെയിം. പിന്നെ നമ്മളോട് ചോദിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണോ, ജ്യൂസ് വേണോ, അങ്ങനെയൊക്കെ ചോദിക്കും. ദാറ്റ്സ് ഇറ്റ്. അതായിരുന്നു എൻ്റെ ഒരു എക്സിറ്റ് എൻട്രി ജേർണി. അതിൽ എനിക്ക് കുറച്ച് ഒരു ഫണ്ണി അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് തോന്നിയൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മളെ ഹാൻഡ് ലഗേജ് ചെക്ക് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വാച്ചും കാര്യങ്ങളൊക്കെ ഉരിച്ച് പോകുമ്പോൾ ഒരു കുഞ്ഞി അമ്മമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മാമ്മ, ഞാൻ വളയൂരൂല അങ്ങനെയൊക്കെ ഈ സെക്യൂരിറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് വള ഊരിയില്ല, എന്നിട്ട് വേറെ ആരോ ഊരിക്കൊടുക്കും, അങ്ങനെ എന്തോ ചെയ്തതാണ്. പിന്നെ ഞാനത് ഫോളോ അപ്പ് ചെയ്തില്ല. പക്ഷെ എൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കണ്ടപ്പോൾ. ആൻഡ് പുതിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്മാർട്ട് ഗേറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മളവിടെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് നമ്മളെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇങ്ങനെ ശ്രീലക്ഷ്മി പൂളായിലിന് താഴെ എഴുതി കാണിച്ചിട്ട് എൻ്റെ ഗേറ്റ് തുറന്നു. അത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ടും സ്കാൻ ചെയ്ത് എൻ്റെ അഗെയിൻ ഞാൻ ആ ക്യാമറയിലേക്ക് നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഈ അടുത്ത് വന്നതാണോ എന്നെനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. ആൻഡ് അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് ഗുഡ്. അത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ പല നാഷണാലിറ്റീസിനെയും എനിക്ക് അവിടെ കാണാൻ പറ്റി.
കുറേ ആൾക്കാർ ഇവിടെ വന്ന് ജോബ് അന്വേഷിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും നല്ല ആ ഫ്ലൈറ്റിലുള്ള ആൾക്കാരും അല്ലാണ്ട് ഇവിടുന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി അല്ലാണ്ടൊക്കെ അറിയാം. അപ്പോൾ എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് എക്സിറ്റ് എൻട്രി ജേണി. എക്സിറ്റ് എൻട്രിയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ തന്നെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 1 മാസത്തേക്ക് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് 2 മാസത്തേക്ക് വിസ കിട്ടിയിട്ടുണ്ട്, വിസ വാലിഡിറ്റി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല ജോബ് കിട്ടട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് മാത്രമല്ല, വിസിറ്റ് വിസയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും കിട്ടട്ടെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇത് ഞാൻ ശരിക്കും എക്സിറ്റ് എൻട്രി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.